ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികമാ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2025 മെയ് 14 രാത്രി മിഥുന ഗുരു സംക്രമണമാണ്. അതായത് വ്യാഴഗ്രഹം മിഥുന രാശിയിലേക്ക് രാശി മാറുന്നു. അപ്പം വ്യാഴഗ്രഹം മിഥുന രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഗുണദോഷങ്ങൾ എന്തൊക്കെയാകും? പ്രത്യേകിച്ച് ഇടവക്കൂറുകാർക്കും ഇടവ ലഗ്നക്കാർക്കും, അതായത് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന 3 പാദം, രോഹിണി, മകയിര നക്ഷത്രത്തിൻ്റെ ആദ്യ 2 പാദത്തിൽപ്പെടുന്നവർക്ക് മിഥുന ഗുരു സംക്രമണത്തിൻ്റെ ഇമ്പാക്റ്റ് എന്തൊക്കെയാകും എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ഈ 2025 മെയ് 14 രാത്രി ആണ് ഈ വ്യാഴം മിഥുന രാശിയിലേക്ക് രാശി മാറുന്നത്. ഇപ്പം വ്യാഴഗ്രഹം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അത് ജ്ഞാനകാരകനാണ്, ധനകാരകനാണ്, സന്താനകാരകനാണ്. അതുപോലെ മറ്റു ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഭാഗ്യം, ധർമ്മം, പുണ്യം, ഗുരുത്വം, ഉപാസന, അതുപോലെ നമ്മുടെ സ്വഭാവ മഹിമ, ബുദ്ധിശക്തി, കുലീനത, സദാചാരം, അതുപോലെ ധനം, സമ്പത്ത്, അഭിവൃദ്ധി, ദേവാലയ കാര്യങ്ങൾ, നീതിബോധം, സത്ചിന്തകൾ, ഇവയുടെയൊക്കെ കാരകത്വം ഈ ഗുരുവിന് ഉണ്ട്. അപ്പോൾ ആ ഗുരു കലപുരുഷൻ്റെ 3-ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. അതായത് ബുധൻ്റെ രാശിയിലേക്കാണ് രാശി മാറുന്നത്. അപ്പോൾ ബുധൻ എന്ന് പറയുമ്പോൾ മിഥുന രാശി എന്ന് പറയുന്ന ബുധൻ്റെ രാശിയാണ്. അപ്പോൾ അത് കലപുരുഷൻ്റെ 3-ാം ഭാവം എന്ന് പറയുമ്പോൾ അത് കമ്മ്യൂണിക്കേഷൻ്റെ സ്ഥാനമാണ്. കമ്മ്യൂണിക്കേഷൻ, മീഡിയ, അതുപോലെ നമ്മുടെ വിദ്യാലയ സംബന്ധമായ കാര്യങ്ങൾ, പഠനങ്ങൾ, നമ്മുടെ ഇൻ്റലക്ച്വൽ പർസ്യൂട്ട്സ്, നമ്മുടെ ഹ്രസ്വയാത്രകൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ ബന്ധുക്കൾ, അയൽവക്കക്കാർ, അതുപോലെ മെൻ്റൽ കൺഫ്യൂഷൻ, മെൻ്റൽ കോൺഫ്ലിക്റ്റ്, കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ വഴിയുള്ള പോരാട്ടങ്ങൾ, അതുപോലെ നമ്മുടെ കത്തിടപാടുകൾ, ഇവയുടെയൊക്കെ ആ സ്ഥാനത്തേക്കാണ് ആ വ്യാഴഗ്രഹം മെയ് 14 രാത്രി രാശി മാറുന്നത്. അപ്പോൾ നമുക്ക് ഇടവക്കൂറുകാർക്കും ഇടവ ലഗ്നക്കാർക്കും, അതായത് വ്യാഴം എന്ന് പറയുന്നത് 8ഉം 11ഉം ഭാവാധിപനാണ്. അപ്പോൾ ഇപ്പോൾ ആ വ്യാഴഗ്രഹം ജന്മരാശിയിൽ നിൽക്കുകയാണ്, ഇടവക്കൂറിലും ഇടവ ലഗ്നത്തിൽ നിൽക്കുകയാണ്. അത് 2025 മെയ് 14 ആ ജന്മരാശി നിൽക്കുന്ന വ്യാഴം അതിൻ്റെ 2-ാം ഭാവരാശിയിലേക്ക്, മിഥുന രാശിയിലേക്ക് രാശി മാറുന്നത്. മിഥുന രാശി ബുധൻ്റെ രാശിയാണ്. ബുധൻ എന്ന് പറയുന്നത് ഗുരുവിൻ്റെ ശത്രുഗ്രഹമാണ്. അപ്പം വ്യാഴഗ്രഹം ശത്രു രാശിയിലേക്കാണ് രാശി മാറുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പം 2-ാം ഭാവത്തിൽ ഗുരുവിന് സ്ഥാനബലമുണ്ട്. ഇപ്പോൾ ഗോചരത്തിൽ ചിന്തിക്കുമ്പോൾ വ്യാഴം 2-ലൊക്കെ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ വ്യാഴത്തിനൊരു സ്ഥാനബലം അവിടെ വരുന്നുണ്ട്. ഇപ്പോൾ 2-ലേക്ക് മാറുന്ന വ്യാഴം ഗുണഫലം നൽകും എന്ന് തന്നെ പറയാം. സാധാരണ നമ്മൾ വ്യാഴഗ്രഹം ഒരു രാശിയിലേക്ക് മാറിയാൽ ഏകദേശം 1 വർഷത്തോളം ആ രാശിയിൽ ഉണ്ടാകും. എന്നാൽ 2025 ഈ ഗുരു അതിചാരിയാകും. അതായത് നോർമൽ വേഗതയേക്കാൾ ഗുരു അതിവേഗത്തിൽ സഞ്ചരിക്കും. അതിൻ്റെ ഫലമായിട്ട് ഏകദേശം ഒരു 5 മാസം ആകുമ്പോൾ, അതായത് ഒരു 155 ദിവസം, അതായത് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഒക്ടോബർ 18 ആകുമ്പോൾ ആ ഗുരു ആ 2-ാം ഭാവരാശിയിൽ നിന്നും 3-ലേക്ക് രാശി മാറും. അതെന്തുകൊണ്ട് രാശി മാറുന്നു എന്ന് പറഞ്ഞാൽ അതിവേഗത്തിൽ ഗുരു സഞ്ചരിക്കുന്നു. ക്രമേണ ആ ഗുരുവിൻ്റെ അതിചാരം അവസാനിക്കുകയും ഗുരു വക്രത്തിലേക്ക് വരികയും ഡിസംബർ 5 ആ 3-ാം ഭാവരാശിയിൽ നിന്ന് തിരിച്ച് ആ 2-ാം ഭാവരാശിയിലേക്ക് വക്രത്തിൽ രാശി പ്രവേശനം നടത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം വ്യാഴഗ്രഹം ഈ 2025 മെയ് 14 2-ൽ വന്നു കഴിഞ്ഞാൽ 2026 ജൂൺ 1 വരെ ആ ഗുരു 2-ൽ ഉണ്ടാകും. ഇതിൽ കുറച്ച് സമയമായിരിക്കും 3-ലേക്ക് രാശി മാറി തിരിച്ചു വക്രത്തിൽ ആ 2-ലേക്ക് വരുന്നത്. ഇതാണ് നമ്മൾ ഈ വർഷത്തിലെ
ഗുരുവിൻ്റെ രാശിമാറ്റത്തിൻ്റെ ഒരു പ്രത്യേകത. നമുക്കറിയാം മിഥുന രാശിയിലേക്കാണ്. മിഥുന രാശി ഗുരുവിൻ്റെ ശത്രുരാശി ആണെങ്കിലും ആ ഗുരുവിന് 2ാം ഭാവരാശി ആയതുകൊണ്ട് സ്ഥാനബലമുണ്ട്. മാത്രമല്ല ആ മിഥുനം രാശിയിലെ 3 നക്ഷത്രങ്ങളിലൂടെയാണ് വേഴഗ്രഹം സഞ്ചരിക്കുന്നത്. ആ 3 നക്ഷത്രങ്ങളെന്ന് പറയുന്നത് മകയിര നക്ഷത്രത്തിൻ്റെ അവസാന 2 പാദം, അതുപോലെ തിരുവാതിര, അതുപോലെ പുണർദ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദങ്ങളിലാണ്. അപ്പോൾ ഈ നക്ഷത്രങ്ങളുടെ അധിപന്മാരെന്ന് പറയുന്നത് പ്രത്യേകിച്ച് ചൊവ്വ, അതുപോലെ രാഹു, അതുപോലെ ഗുരു തന്നെയാണ്. ഗുരുവിൻ്റെ നക്ഷത്രമാണ് ആ പുണർദ നക്ഷത്രം എന്ന് പറയുന്നത്. അപ്പോൾ പൊതുവെ ഗുരു സഞ്ചരിക്കുന്നത് ശത്രുഗ്രഹങ്ങളുടെ നക്ഷത്രങ്ങളിലല്ല എന്ന ഒരു പോസിബിലിറ്റിയും കൂടെ നമ്മളിവിടെ കാണണം. അപ്പോൾ അത് ഗുണാനുഭവം കൂട്ടും. മാത്രമല്ല തിരുവാതിര നക്ഷത്രത്തിലൂടെ വേഴഗ്രഹം സഞ്ചരിക്കുന്ന സമയം, അത് പ്രത്യേകിച്ച് ആ സമയത്ത് നമ്മൾ അല്പം കെയർ വേണം. കാരണം തിരുവാതിര നക്ഷത്രം എന്ന് പറഞ്ഞാൽ രാഹുവിൻ്റെ നക്ഷത്രമാണ്. അപ്പോൾ രാഹുവിൻ്റെ നക്ഷത്രത്തിലൂടെ വേഴം സഞ്ചരിക്കുമ്പോൾ കഴിവതും നമ്മൾ പ്രത്യേകിച്ച് ഡിസിഷൻ മേക്കിങ്ങിൽ അല്പം കെയർ വേണ്ടുന്ന സമയമാണ്. ഇടവൻ രാശിയിൽ പ്രത്യേകിച്ച് 3 നക്ഷത്രങ്ങളാണ്. അതായത് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന 3 പാദം, രോഹിണി, അതുപോലെ മകയിരം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദം. അതിൽ കാർത്തിക നക്ഷത്രത്തിൻ്റെ അധിപൻ എന്ന് പറയുന്നത് സൂര്യനാണ്. സൂര്യൻ ഗുരുവിൻ്റെ മിത്രഗ്രഹമാണ്. അതുപോലെ രോഹിണി നക്ഷത്രത്തിൻ്റെ അധിപൻ എന്ന് പറയുന്നത് ചന്ദ്രനാണ്. ചന്ദ്രൻ ഗുരുവിൻ്റെ ശത്രുഗ്രഹമല്ല. അതുപോലെ മകയിര നക്ഷത്രം, ഈ മകയിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദം എന്ന് പറയുമ്പോൾ മകയിര നക്ഷത്രത്തിൻ്റെ അധിപൻ ചൊവ്വയാണ്. ആ ചൊവ്വയും ഗുരുവിൻ്റെ ശത്രുഗ്രഹങ്ങൾ അല്ല. അപ്പം പൊതുവേ നമുക്ക് മിഥുനം രാശിയിലേക്കാണ്. ഇപ്പം ഇടവൻ രാശിയിലെ 3 നക്ഷത്രങ്ങളും ഗുരുവിൻ്റെ ശത്രു നക്ഷത്രങ്ങളല്ല. അതും നമുക്ക് ഈ ഗുരുവിൻ്റെ രാശിമാറ്റത്തിൻ്റെ ഒരു അനുകൂലമായ അവസ്ഥയെ സൂചിപ്പിക്കുന്നു. നമുക്ക് ഈ കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഗുരുദശയൊക്കെ വരുന്നത് ഏകദേശമൊക്കെ ഒരു 39-40 വയസ്സൊക്കെ ആകുമ്പോഴായിരിക്കും. അതേസമയം ഈ രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗുരുദശ ഒരു 31-32 വയസ്സൊക്കെ ആകുമ്പോഴായിരിക്കും സാധാരണ ഗുരുദശ വരുന്നത്. അതേസമയം നമുക്ക് ഈ മകയിര നക്ഷത്രക്കാർക്ക് 22-23 വയസ്സൊക്കെ ആകുമ്പോഴായിരിക്കും ഗുരുദശ വരുന്നത്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ ഈ ഗുരുദശ വരുന്ന സമയത്തിൽ വ്യത്യാസം വരും. കാരണം ജന്മശിഷ്ടകാലം വ്യത്യാസം വരുന്നതിനനുസരിച്ച് ഈ ഗുരുദശയുടെ ആരംഭകാലത്തിലും വ്യതിയാനം വരും എന്നും കൂടെ നമ്മൾ അറിയണം. അപ്പോൾ ഈ ഗുരുദശ പൊതുവെ നമുക്ക് 16 വർഷമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ ഗുരുദശ അല്ല നടക്കുന്നത്, മറ്റു ദശകളാണ് നടക്കുന്നത്. ഏത് ദശ നടക്കുമ്പോഴും ഗുരുവിൻ്റെ അപകാരം ഉണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ജാതകത്തിൽ ലഗ്നാല് ഗുരു ഇഷ്ടസ്ഥാനത്താണെങ്കിൽ നമുക്ക് ഈ ഗോചര വേഴം, അതായത് ഈ മിഥുന ഗുരു സംക്രമണം എന്ന് പറയുന്നത് നമുക്ക് ഗുണാനുഭവം നൽകും എന്ന് തന്നെ പറയാം. മാത്രമല്ല ഈ നവഗ്രഹങ്ങളിൽ സർവേശ്വരകാരകനാണ് ഗുരു എന്നുള്ളത് കൊണ്ട് നമ്മൾ ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നവർക്ക്, അതുപോലെ സത്യധർമ്മ പ്രവർത്തനങ്ങളിലൊക്കെ മുഴുകി പോകുന്നവർക്ക് പൊതുവെ ഗുരുവിൻ്റെ കടാക്ഷം ഉണ്ടാകും എന്ന് തന്നെ മനസ്സിലാക്കാം. ഇനി നമുക്ക് ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആ ഇടവക്കൂറിലെ നക്ഷത്രക്കാർക്കെല്ലാം ഒരേ ഫലമാണോ ഗുരു നൽകുന്നത് എന്ന് നോക്കാം. ഇപ്പോൾ ഈ ഗോചരവേഴം ഒരേ ഫലമാണോ ഇടവക്കൂറിലെ നക്ഷത്രക്കാർക്ക് നൽകുന്നത്? അതായത് കാർത്തികയുടെ അവസാന പാദത്തിലെ രോഹിണി, മകയിരം, ഇവർക്കെല്ലാം ഇനി ഒരേ നക്ഷത്രം തന്നെ എടുത്താലും അവർക്ക് ഒരേ ഫലമായിരിക്കും നൽകുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ഇത് അറിയണമെങ്കിൽ നമ്മൾ ഓരോ നക്ഷത്രക്കാരുടെയും ജാതകത്തിൽ ലഗ്നാൽ ഗുരു ഇഷ്ടസ്ഥിതനാണോ എന്നറിയണം, അതോ അനിഷ്ടസ്ഥിതനാണോ, ഇതൊക്കെ നമ്മൾ അറിയണം. മാത്രമല്ല ഇപ്പോൾ ഗോചരം ഇപ്പോഴേ ശനിയൊക്കെ 11 നിൽക്കുന്ന സമയമാണ് ഇവർക്ക്. 11 ശനി നിൽക്കുന്നു. 11ാം ഭാവാധിപനാണ് 2 വരുന്നത്. ഇപ്പോൾ ശനിയൊന്നും വലിയ ദോഷം ചെയ്യുന്നില്ല. ഇപ്പോൾ പ്രത്യേകിച്ച് ഇടവക്കൂറുകാർക്ക് വലിയ നേട്ടത്തിൻ്റെ സ്ഥാനത്താണ് ശനി നിൽക്കുന്നത്. അതുപോലെ 7ര ശനി അല്ലെങ്കിൽ അഷ്ടമശനി അല്ലെങ്കിൽ കണ്ടകശനി അങ്ങനെയുള്ള ദോഷമൊന്നുമില്ല. അപ്പോൾ ഈ ഗുരുവിൻ്റെ 2 രാശി മാറ്റം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് 2 ആ ഗുരു രാശി മാറുന്നു എന്നുള്ളതുകൊണ്ട് ഗുരുവിന് സ്ഥാനബലമുണ്ട്. അപ്പം സ്ഥാനബലം ഉണ്ട് എങ്കിലും
കാരണം ഗുരു 2, 5, 7, 9, 11 രാശികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ ഗുരുവിന് സ്ഥാനബലമുണ്ട്. പക്ഷേ ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 2-ൽ നിൽക്കുന്ന ആ ഗുരു 6, 8, 10 ഭാവരാശികളിലാണ് ദൃഷ്ടി ചെയ്യുന്നത്. അപ്പോൾ അത്ര സ്ഥാനബലം കൂടുതലാണെങ്കിലും അത്രത്തോളം ദൃഷ്ടിബലം ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല. എങ്കിലും നമ്മൾ ഇപ്പോൾ നടക്കുന്ന ദശയും അപകാരവും ഒക്കെ തന്നെ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതൊക്കെ ആണെങ്കിൽ ഈ ഗോചരവേഴം ഗുണാനുഭവം കൂട്ടും എന്ന് തന്നെ പറയാം. ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അവർക്ക് വ്യത്യസ്ത ലഗ്നരാശികൾ വരും. ഇവിടെ ഞാൻ പറയുന്നത് ഇടവക്കൂറുകാരുടെയും ഇടവലഗ്നക്കാരുടെയും ഫലമാണ്. അപ്പോൾ അതിൽ കുറച്ച് പേർക്ക് മാത്രമേ ഇടവലഗ്നം വരാറുള്ളൂ. അപ്പോൾ ഇടവലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗുരുവിന് സ്ഥാനബലമുണ്ട്, പക്ഷെ ദൃഷ്ടിബലം അല്പം കുറവാണ്. അതേസമയം മിഥുന ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം, ഇപ്പം ഇടവക്കുറിപ്പെടുന്ന മിഥുന ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്ഥാനബലവും ദൃഷ്ടിബലവും ഉണ്ട് എന്ന് പറയാം. കർക്കിടക ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്ഥാനബലം, കാരണം ഗുരു 12ലേക്കാണ് വരുന്നത്, അവരുടെ കർക്കിടക ലഗ്നക്കാരുടെ 12ലേക്ക് വരുന്നു. അതുപോലെ ദൃഷ്ടിബലവും അല്പവും കുറവാണ്. ചിങ്ങലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുരു 11ലേക്ക് വരുന്നത് കൊണ്ട് സ്ഥാനബലമുണ്ട്, ദൃഷ്ടിബലമുണ്ട്. കന്യലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം സ്ഥാനബലം ഇല്ല, എങ്കിലും ദൃഷ്ടിബലം ഉണ്ട്. തുലാലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുരു ഭാഗ്യസ്ഥാനത്താണ് വരുന്നത്, സ്ഥാനബലമുണ്ട്, അതുപോലെ ദൃഷ്ടിബലമുണ്ട്. അതുപോലെ ഇടവക്കൂറിൽപ്പെടുന്ന വൃശ്ചിക ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്ഥാനബലമില്ല, കാരണം ഗുരു അഷ്ടമത്തിലേക്കാണ് വരുന്നത്, എന്നാൽ ദൃഷ്ടിബലം ഉണ്ട്. ധനുലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇടവക്കൂറിൽപ്പെടുന്ന ധനുലഗ്നക്കാരാണെങ്കിൽ അവർക്ക് ഗുരു 7ലേക്കാണ് രാശി മാറുന്നത്, അപ്പോൾ സ്ഥാനബലവും ഉണ്ട്, അവർക്ക് ദൃഷ്ടിബലവും ഉണ്ട്. മകരലഗ്നക്കാർക്ക് ഗുരു 6ലേക്ക് മാറുന്നത് കൊണ്ട് സ്ഥാനബലമില്ല, പക്ഷേ ദൃഷ്ടിബലം ഉണ്ട്. കുംഭലഗ്നക്കാർക്ക് ഗുരു 5ലേക്ക് മാറുന്നത് കൊണ്ട് സ്ഥാനബലവും ഉണ്ട്, ദൃഷ്ടിബലവും ഉണ്ട്. മീനലഗ്നക്കാർക്ക് സ്ഥാനബലവും ദൃഷ്ടിബലവും അല്പം കുറവാണ് എന്ന് തന്നെ പറയാം. അതായത് ഇടവക്കൂറുകാർക്ക് ലഗ്നരാശികൾ വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് ഈ മിഥുന ഗുരു സംക്രമണം വ്യത്യസ്ത അനുഭവങ്ങൾ നൽകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരേ ഫലം ആയിരിക്കില്ല എന്ന് മനസ്സിലാക്കുക. ഇതൊക്കെ നമ്മൾ ജാതക നിരീക്ഷണത്തിലൂടെ മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഇനി നമുക്ക് ഈ മിഥുന ഗുരു സംക്രമണം ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും എന്ത് ഗുണാനുഭവങ്ങൾ, എന്ത് ഫലങ്ങൾ ഉണ്ടാക്കും എന്ന് നോക്കാം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം, ഇടവലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുരു 11ാം ഭാവാധിപനാണ്. അപ്പോൾ 11ാം ഭാവാധിപനായിട്ടുള്ള ഗുരു ധനസ്ഥാനത്ത് വരുമ്പോൾ പ്രത്യേകിച്ച് അത് സ്ഥാനബലമുണ്ട്. അപ്പോൾ ധനസ്ഥിതി ഇംപ്രൂവ് ചെയ്യുന്ന സമയമായിരിക്കും, സാമ്പത്തിക ഭദ്രതയുടെ സമയം എന്ന് പറയാം. സാമ്പത്തിക പ്രശ്നങ്ങൾ കുറയും, സമ്പാദ്യമൊക്കെ വർദ്ധിക്കുന്നതിന് വഴിയൊരുക്കുന്ന ഒരു രാശിമാറ്റമായിരിക്കും ഗുരു 2ലേക്ക് മാറുക വഴി ധനഭദ്രത ഉണ്ടാകും. അതുപോലെ കുടുംബത്തിലൊക്കെ ഉത്തരവാദിത്വം കൂടും, കുടുംബ അംഗങ്ങളുമായിട്ട് നല്ലൊരു ഇൻ്ററാക്ഷൻ ഉണ്ടാകും, കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും. അതുപോലെ പ്രത്യേകിച്ച് ജ്യേഷ്ഠ സഹോദരനുമായിട്ടൊക്കെ ഒരു നല്ല ബന്ധം, അതുവഴിയൊക്കെ ധനാഗമം ഉണ്ടാകും. സുഹൃത്തുക്കൾ ചേർന്നുള്ള ബിസിനസ്സൊക്കെ ലാഭകരമാകും, വാണിജ്യം വഴിയൊക്കെ നേട്ടമുണ്ടാകും. ബാങ്കിങ് ബിസിനസ് അല്ലെങ്കിൽ നടത്തുന്നവർക്ക് അതുവഴിയൊക്കെ നേട്ടമുണ്ടാകും. കുടുംബത്തിലൊക്കെ മംഗളകർമ്മങ്ങൾക്ക് സാധ്യതയുണ്ട്. ഗുരു അഷ്ടമ ഭാവാധിപനും കൂടിയാണ്. അത് ചിലർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള സോഴ്സ് ചെയ്യുന്ന ധനാഗമം ഉണ്ടാക്കും കൂടെ എന്ന് മനസ്സിലാക്കുക. കാരണം അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ഗുരു ധനസ്ഥാനത്ത് വരിക എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത മേഖലയിൽ നിന്ന് നമുക്ക് ധനാഗമത്തിന് സാധ്യത ഉണ്ട്. അത് ചിലപ്പോൾ ജോയിൻ്റ് സംരംഭങ്ങൾ വഴിയായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോപ്പർട്ടി വഴിയായിരിക്കാം, അല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെ കുടുംബം വഴിയായിരിക്കാം. എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കാത്ത മേഖലകളിൽ നിന്നുമൊക്കെ നമുക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ധനാഗമത്തിനും കൂടെ ആ അഷ്ടമ ഭവാധിപനായിട്ടുള്ള ആ ഗുരു 2ൽ വരിക വഴി സാധ്യത കാണിക്കുന്നുണ്ട്. ഇനി 2 നിൽക്കുന്ന ഗുരു അതിൻ്റെ 5ാം ഭാവം എന്ന് പറയുന്നത് ഇടവക്കൂറുകാരുടെ 6, ആ ഇടവക്കൂറുകാരുടെ 6ലേക്ക് ആ ഗുരു ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ 6ലേക്കൊക്കെ ഗുരു ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ മത്സര പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ അതിൽ ഗുണാനുഭവം ഉണ്ടാകും, അവർക്ക് വിജയം പ്രതീക്ഷിക്കാം.
അതുപോലെ നമ്മൾ കേസുകൾ, ഇപ്പോൾ വ്യവഹാരങ്ങളൊക്കെ നിലവിലുള്ളവർക്ക് ആ കേസുകളിലൊക്കെ ഒരു വിജയം അവർക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. അതുപോലെ തന്നെ നമുക്ക് ഈ തൊഴിലിടത്ത് എന്തെങ്കിലുമൊക്കെ ടെൻഷൻസോ മറ്റു കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ആ ഗുരുവിൻ്റെ 6ലെ ദൃഷ്ടി കൊണ്ട് നമുക്ക് അത്തരം പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പരിഹരിക്കാൻ കഴിയും. മാത്രമല്ല കടബാധ്യതകൾ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ആ കടബാധ്യത കുറയ്ക്കുന്നതിനും ആ ഗുരുവിൻ്റെ 6ലെ ദൃഷ്ടി സഹായകമാണ്. അതുപോലെ തന്നെ 2ൽ നിൽക്കുന്ന ഗുരു അതിൻ്റെ 5ാം ഭാവമായ 6ലേക്ക് ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ സന്താനങ്ങളുടെ സഹായം, പ്രത്യേകിച്ച് ഈ കടബാധ്യത കുറയ്ക്കുന്നതിനൊക്കെ സന്താനങ്ങളുടെ സഹായം ഉണ്ടാകും. തൊഴിലെടുത്ത പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും. എന്ത് ചലഞ്ചസും ഓവർകം ചെയ്യാനുള്ള ഒരു കഴിവ് 6ലേക്കുള്ള ആ ഗുരുവിൻ്റെ ദൃഷ്ടി കൊണ്ട് വരും. തൊഴിൽ സംബന്ധമായിട്ടുള്ള, ഇപ്പോൾ തൊഴിൽ സംബന്ധമായിട്ട് എന്തെങ്കിലും കേസുകൾ ഉണ്ടെങ്കിൽ അവയ്ക്കൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു വിധി ഉണ്ടാകും. ശത്രുക്കളുടെ നീക്കങ്ങളൊക്കെ പൊതുവെ വിഫലമാകുന്ന സമയമായിരിക്കും. ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്കൊരു റിക്കവറി, അതിൽ നിന്നൊക്കെ ഒരു ആശ്വാസം നമുക്ക് ഈ സമയത്തുണ്ടാകും. പ്രത്യേകിച്ച് ചിട്ടയായിട്ടുള്ള വ്യായാമം, അതുപോലെ ധ്യാനം, അതുപോലെ യോഗ, ഇവയൊക്കെ ശീലിക്കുന്നവർക്ക് പൊതുവെ ഈ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒരു ആശ്വാസം ഉണ്ടാകുന്ന സമയവും കൂടെ ആയിരിക്കും എന്നും കൂടെ മനസ്സിലാക്കുക. ഇനി മാത്രമല്ല ഈ 2 നിൽക്കുന്ന ഗുരു അതിൻ്റെ 7ാം ഭാവമായിട്ടുള്ള അഷ്ടമത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ അഷ്ടമത്തിലേക്ക് ഗുരു ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ അഷ്ടമഭാവാധിപൻ ആണ് ഈ ഗുരു. അഷ്ടമഭാവാധിപൻ അഷ്ടമത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ, ശാസ്ത്രജ്ഞന്മാർ, അതുപോലെ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, ഇൻഷുറൻസ് എടുത്തിട്ടുള്ളവർ, ചാർട്ടേഡ് അക്കൗണ്ടൻസ്, അതുപോലെ ബാങ്കിങ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, അന്വേഷണ ഏജൻസികളിൽ വർക്ക് ചെയ്യുന്നവർ, ഇവർക്കൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങൾ അവരുടെ മേഖലകളിൽ അവർക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ചിലരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടി വഴി എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങളുണ്ടാകും. കൂട്ടുസംരംഭങ്ങൾ വഴി എന്തെങ്കിലും നേട്ടങ്ങളുണ്ടാകും. കൂടുതൽ ആസ്തികളൊക്കെ വർദ്ധിപ്പിച്ച ആസ്തികളിൽ നിന്നൊക്കെ കൂടുതൽ ധനനേട്ടത്തിനൊക്കെ സാധ്യതയുണ്ട്. ജീവിത പങ്കാളിയുടെ ഫാമിലി വഴിയൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ആനുകൂല്യം, എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഈ സമയത്ത് അവർക്ക് പ്രതീക്ഷിക്കാം. ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്ന സമയം കൂടെ ആയിരിക്കും. ഇനി 2 നിൽക്കുന്ന ഗുരു, ആ ഗുരു അതിൻ്റെ ഭാഗ്യസ്ഥാനമായിട്ടുള്ള കർമ്മസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുന്നു. ഇടവ ലഗ്നക്കാരുടെ കർമ്മസ്ഥാനമാണ് ഈ കുംഭരാശി എന്ന് പറയുന്നത്. അവിടത്തേക്ക് ആ ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ തൊഴിലിൽ പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം പ്രതീക്ഷിക്കാം. മാത്രമല്ല കർമ്മഭാവാധിപനായിട്ടുള്ള ശനിയാണെങ്കിൽ 11ൽ നേട്ടത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുകയും കൂടിയാണ്. അപ്പം ശനി 11 നിൽക്കുകയും 10ലേക്ക് ആ ഗുരുവിൻ്റെ ദൃഷ്ടി വരികയൊക്കെ ചെയ്യുന്നത് പൊതുവെ തൊഴിലിടത്ത് ഒരു വലിയ മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. കരിയർ വഴിയൊക്കെ ധനാഗമമൊക്കെ കൂടും, തൊഴിലവസരങ്ങളൊക്കെ വരും. മാത്രമല്ല 10ാം ഭാവാധിപനായിട്ടുള്ള ശനി 11ലാണ്. അത് പ്രത്യേകിച്ച് ഈ തൊഴിലിടത്ത് സാലറി വർധനവിനൊക്കെ, സാലറി ഹൈക്കിനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ തൊഴിലിടത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ നിലവിലുണ്ടെങ്കിൽ അത്തരം പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഓവർകം ചെയ്യാനും ആ ഗുരുവിൻ്റെ 10ലെ ദൃഷ്ടി സഹായിക്കും. പ്രായോഗിക ബുദ്ധിയൊക്കെ തൊഴിലിടത്ത് കൂടും. അത് തൊഴിലിൽ നമുക്ക് അംഗീകാരം, അതുപോലെ തന്നെ അപ്രസിയേഷനൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആത്മീയ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൂട്ടും. പൊതുവെ ഉന്നത തത്വങ്ങളാൽ ആകൃഷ്ടനാകുന്ന ഒരു വ്യക്തിത്വമായിരിക്കും ഈ സമയത്ത് ഇടവക്കൂറുകാർക്ക് വരുന്നത്. തൊഴിലിലും ബിസിനസ്സിലും ഒക്കെ തന്നെ സഹോദരങ്ങളുടെയൊക്കെ സഹായം ഈ സമയത്ത് പ്രതീക്ഷിക്കാം. ചിലപ്പോൾ അവർക്ക് ഈ തൊഴിലിൽ എന്തെങ്കിലും സമ്മാനങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കുടുംബത്തിലേക്ക് ഒരു സപ്പോർട്ടൊക്കെ അതിൽ ഉണ്ടാകും. സോഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ ഉയരും. കുടുംബത്തിൽ യശസ് കൂടുന്ന സമയമെന്ന് പറയാം. കുടുംബ അംഗങ്ങൾ ഒന്നിച്ചു കൂടുന്നതിനും മംഗളകർമ്മത്തിനുമൊക്കെ സാധ്യതയുള്ള സമയമാണ്. ചുരുക്കി പറഞ്ഞാൽ സാമ്പത്തിക സ്ഥിതി, അതുപോലെ തൊഴിൽ, അതുപോലെ കുടുംബ ബന്ധം ഒക്കെ ശക്തമാകുന്ന സമയമായിരിക്കും ഈ 2ാം ഭാവരാശിയിലേക്ക് വേഴം രാശി മാർഗ വഴി ഇടവക്കുറുകാർക്കും ഇടവലഗ്നക്കാർക്കും ഉണ്ടാകുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.